ഹൈദരാബാദ് സ്റ്റൈലിൽ ഒരു സ്പെഷ്യൽ ബീഫ് ആലു ദം ബിരിയാണി ആയാലോ? കേരളത്തിലെ ബിരിയാണി ഞാനാവും ആദ്യമായി ട്രൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യം അരി നമുക്ക് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനിടണം. 3 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. ദേവായ ബ്രാൻഡിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് 1 കിലോ ബീഫ് കുക്കറിൽ വേവിച്ചെടുക്കണം. കുറച്ച് മഞ്ഞപ്പൊടിയും കല്ലുപ്പും കൂടെ ചേർത്തിട്ട് ഒരു 4 വിസിൽ കൂട്ടി വെച്ച് ഒരു 4 വിസിൽ കുറച്ച് വെച്ച് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബിരിയാണിയുടെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ബിസ്തയാണ്. അതായത് സവോള ഫ്രൈ ചെയ്തെടുക്കുക. അതൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊരു 5 സവോള മീഡിയം സൈസിലുള്ള 5 സവോള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിൽ മാറ്റി വെക്കാം. ഇതിൽ കാഷ്യൂനട്ടും കിസ്മിസും നമുക്ക് വറുത്ത് പോരാം. അപ്പോൾ ഇനി നമ്മുടെ പ്രധാന താരം ഉരുളി വെക്കാം. ഉരുളിയിൽ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇതെല്ലാം ചേർത്ത് ബേ ലീഫ് എല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഒന്ന് ചേർത്ത് എണ്ണയിൽ പച്ചമണം മാറുന്നത് ഇളക്കാം. അതിനുശേഷം മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് ആലു, അതായത് കിഴങ്ങ്, അതൊരു 3-4 കിഴങ്ങ് വലിയ കഷ്ണങ്ങളാക്കി എടുത്തത് നമുക്കൊരു ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 400 ml തൈര് ഒഴിക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈര് വേണം യൂസ് ചെയ്യാൻ, ഒരു മീഡിയം പുളിയുള്ള തൈര്. അതിനുശേഷം അതിലേക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച ബിസ്ത ചേർത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. പിന്നെ ഒരു 3 പച്ചമുളക് കീറാതെ തന്നെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. ഈ സമയത്ത് പെരുംജീരകം ചേർത്തില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം എണ്ണയിൽ പെരുംജീരകം നമുക്ക് ആദ്യ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ എണ്ണയിലൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ പച്ച ആ തൈരിൻ്റെ ടേസ്റ്റ് മാറി വരാനായിട്ട് നമ്മൾ കുറേ ഇളക്കുമ്പോൾ അതിൽ എണ്ണ തെളിഞ്ഞ് വരും. നമുക്കത് കാണാൻ പറ്റും, എണ്ണ തെളിഞ്ഞ് വരുന്നതായിട്ട്. അതാണ് ഈ ബിരിയാണിയുടെ മെയിൻ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ആ പച്ച മണം മാറണം തൈരിൻ്റെ. ശേഷം ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് വീണ്ടും ഇളക്കുക. അപ്പം എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ മെയിൻ സത്തെന്ന് പറയുന്നത് ആ കുക്കറിലുള്ള ബീഫിൽ വെള്ളം ഫുള്ളും നമ്മൾ ഒഴിക്കണം ഇതിനകത്ത്. കാരണം അത് വരും. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് തീ കുറച്ച് വെച്ച് അടച്ചു വെക്കാം. ഇതിന് മുമ്പ് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണം. അത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. ഇനി അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചോറ് വേവിച്ചെടുക്കാം. വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒപ്പം ഒരു മുറി നാരങ്ങ, സ്ലൈസ് ചെയ്ത് നാരങ്ങ. വെള്ളം നല്ല വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ 2 മണിക്കൂർ കുതിർത്ത് മാറ്റി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അരി നമുക്ക് ഒരു 70-80% മാത്രം വേവിച്ചാൽ മതി. അപ്പോൾ ഇളക്കി അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം. ഞാനിവിടെ അരി അടച്ച് വെച്ച് വേവിച്ചിട്ടില്ല, തുറന്ന് വെച്ച് തീ കുറച്ച് വെച്ച് ഇടയ്ക്ക് കൊടുക്കും. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ അരി വേവ് നോക്കണം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ അവിടെ ചെറിയ തീയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ മസാല മറന്നു പോകരുത്. അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ച് വെക്കണം. വീണ്ടും നമ്മൾ ചോറ് നമ്മുടെ നോക്കുക. കാരണം ചോറ് ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദം ചെയ്യുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ വലിയ ലോങ് റൈസ് നമുക്ക് കിട്ടത്തില്ല. ലോങ് റൈസ് കിട്ടാനാണ് നമ്മൾ ശരിക്കും 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. അപ്പോൾ വീണ്ടും നമ്മൾ മസാല തുറന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ ഈ അരി വാർത്ത് അതിലേക്ക് ദം ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ലെയർഡ് ദം അല്ല ചെയ്യുന്നത്. ഈ മസാല അടിയിലും ബാക്കി മുകളിൽ റൈസുമാണ് ചെയ്യുന്നത്. നമ്മുടെ ബീഫ് നമ്മൾ വേവിക്കുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു 70-80% കൂടുതൽ ബീഫ് വേകേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഈ മസാലയിൽ ബീഫ് വേകുന്നുണ്ട്. പിന്നെ നമ്മളൊരു 1/2 മണിക്കൂർ ദം ചെയ്യുന്നുണ്ട്. അപ്പോൾ വേകും. അതാണ് അതിൻ്റെ ടെക്സ്ചർ. ശേഷം നമ്മൾ ഇതുവരെ ഈ ബിരിയാണിയിൽ നെയ്യ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബിസ്ത, നമ്മൾ മാറ്റി വെച്ച ബിസ്ത, കാഷ്യൂനട്ട്, കിസ്മിസ് ഇതെല്ലാം ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ നെയ്യ്, നമുക്ക് എത്ര നെയ്യ് വേണം അതിൻ്റെ മുകളിലൂടെ ചുറ്റിച്ചു കൊടുക്കാം. നെയ്യ് ഒരുപാട് ആവശ്യമില്ല, കാരണം ബീഫിൽ ഓൾറെഡി നെയ്യുണ്ട്. നല്ലപോലെ വെച്ചതിന് ശേഷം നമുക്കിത് ദം ചെയ്ത് ഒരു 1/2 മണിക്കൂർ 30 മിനിറ്റോളം ദം ചെയ്തെടുക്കാം. ദം ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി, നിങ്ങൾക്ക് മിക്സ് ചെയ്യണമെങ്കിൽ ബിരിയാണി മിക്സ് ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മിക്സ് ചെയ്യേണ്ട, സൈഡിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ പൊട്ടറ്റോ ചേർത്തതുകൊണ്ട്, അതായത് കിഴങ്ങ് ചേർത്തതുകൊണ്ട് കിഴങ്ങ് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിലെ ഏറ്റവും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, എനിക്ക് ഈ ബിരിയാണി കഴിച്ചപ്പോൾ ഇതിലെ ആലു ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബീഫിൻ്റെ അതേ ടെക്സ്ചർ തന്നെ ആലുവിൽ വന്നിട്ടുണ്ട്. ബീഫിൻ്റെ സത്തെല്ലാം ആലുവിലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, ഈ ബിരിയാണി കഴിക്കുമ്പോൾ റൈസിൽ ആലുവും ചേർത്ത് കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഹൈദരാബാദി ബീഫ് ആലു ദം ബിരിയാണി. നമ്മൾ ബിരിയാണിയിൽ പൈനാപ്പിൾ ചേർത്ത് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്, ഓറഞ്ച് ചേർത്ത് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ബിരിയാണിയിൽ ചേർക്കാറുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കിഴങ്ങ് ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ളത്. കാരണം കിഴങ്ങ് ചേർത്ത് ചിക്കൻ കറി വെക്കാറുണ്ട്. കിഴങ്ങ് ചേർത്ത് അങ്ങനെ നമ്മൾ ചില നോൺ വെജിലൊക്കെ കിഴങ്ങ് ചേർത്ത് ഫുഡ് ഉണ്ടാക്കാറുണ്ടെങ്കിൽ പോലും ബിരിയാണിയിൽ ആദ്യമായിട്ടാണ് കിഴങ്ങ് ചേർത്തുണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും ഇത് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. 100% ഫ്ലോപ്പ് ആകാതെ വിശ്വസിച്ചുണ്ടാക്കാവുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വെറൈറ്റി ഡിഷസ് ആയിട്ട്, നല്ല ടേസ്റ്റി നോൺ വെജ് വെറൈറ്റി ഡിഷസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പം ഓക്കെ, താങ്ക് യു.